എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലപ്പെടുന്ന ഓരോ ഇറാൻ പൗരനും പകരമായി ഓരോ അമേരിക്കക്കാരനെയും ഞങ്ങൾ കൊല്ലുമെന്ന ഭീഷണിയാണ് ഇന്നലെ ഇറാൻ മുഴക്കിയത്. ഇറാനിൽ അമേരിക്ക ആക്രമണം തുടരുകയും ഈ ആക്രമണത്തിൽ ഇറാനിലെ നിരപരാധികളായ ജനങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ലോകത്ത് ഒരിടത്തും അമേരിക്കക്കാർ സുരക്ഷിതരായിരിക്കില്ല എന്ന ഭീഷണിയാണ് ഇറാൻ മുഴക്കുന്നത്. അവരെ ഞങ്ങൾ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്നാണ് ഇറാന്റെ സെൻട്രൽ കമാൻഡ് മേജർ ജനറൽ അലി അബ്ദുള്ള അമേരിക്കയ്ക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമസിൽ അമേരിക്കയ്ക്ക് ഒരു ആധിപത്യമോ അവകാശമോ ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന കാര്യവും ഇറാൻ തറപ്പിച്ച് പറയുകയാണ്. ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു. അത് ഇനിയും തുടരും. മധ്യേഷ്യയിൽ ഒരിടത്തും നിൽക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ ഭീഷണി. അതേസമയം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സൂചന നൽകിക്കൊണ്ട് ഇറാനിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം നിറയെ ആയുധങ്ങളുമായി യമനിലെ ഹൂത്തി മേഖലയിൽ ഇറങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. സൗദി അറേബ്യയും ഹൂത്തികളുമായുള്ള യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നുള്ള ആയുധ വിമാനം സനയിൽ എത്തിയതിന് വലിയ പ്രാധാന്യമുണ്ട്. ചെങ്കടലിലൂടെയും ബാബൽ മന്ദാബിലൂടെയുമുള്ള കപ്പൽ ഗതാഗതത്തിന് കൂടുതൽ ഭീഷണി ഉയർത്താൻ ഹൂത്തികളെ ശക്തിപ്പെടുത്താനുള്ള ഇറാന്റെ ശ്രമമായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് മാത്രമല്ല, ചെങ്കടൽ കൂടി ഉപരോധിക്കാനും ഒരു കപ്പലുകൾക്കും കടന്നു പോകാൻ കഴിയാത്ത വിധം ഈ പ്രദേശം കൂടി പൂർണ്ണമായും അടയ്ക്കുവാനുള്ള ഇറാന്റെ നീക്കമായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട്. ഇതിനിടയിൽ സൗദി അറേബ്യയ്ക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയുമാണ്. സൗദിയുടെ പല ഭാഗങ്ങളിലും സ്ഫോടനം നടന്നതായിട്ട് ചില പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽഖർജിലും ദമാമിലുള്ള US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പലതവണ ഇറാൻ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ആക്രമണത്തിന്റെ തോത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അമേരിക്കയെ തള്ളിപ്പറയാനും അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് സൗദിയുടെ മണ്ണ് അനുവദിക്കില്ല എന്ന അവരുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇറാൻ അവരുടെ ആക്രമണങ്ങൾ കുറച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഹൂത്തികളുമായി സൗദിയുടെ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. അത് ഫലത്തിൽ ഇറാനോട് കൂടിയുള്ള സൗദിയുടെ ഒരു വെല്ലുവിളിയാണ് എന്നും പറയേണ്ടതുണ്ട്. ഇറാനിലെ ആയത്തുള്ള അലി ഖാംനെയുടെ ഖബറടക്ക ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുടെ നേതാക്കൾ സൗദിയുടെ ആകാശ പരിധിയിലൂടെ വിമാനത്തിൽ ഇറാനിലേക്കും തിരിച്ച് യമനിലേക്കും പോയതാണ് സൗദിയെ പ്രകോപിപ്പിക്കാൻ കാരണമായത് എന്നാണ് ഹൂത്തികളുടെ ആരോപണം. എന്നാൽ ഖബറടക്ക ചടങ്ങിന് മാത്രമല്ല, ഇറാനിൽ ചികിത്സ തേടിപ്പോയ ഹൂത്തികളുടെ വിമാനങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഹൂത്തികൾ വാദിക്കുന്നത്. എന്നാൽ സൗദി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇറാനിൽ നിന്നും മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നിറച്ച വിമാനമാണ് തങ്ങളുടെ വ്യോമപരിധിയിലൂടെ കടന്നുപോയത് എന്നാണ്. തർക്കത്തെ തുടർന്ന് സൗദി ഹൂത്തികളുടെ സന വിമാനത്താവളത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുകയും അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. പ്രതികാരമായി ഹൂത്തികൾ സൗദിയിലെ അബ്ഹ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ചെങ്കടൽ പോർട്ടായ യാംബുവിലും തുടർ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. കൂടാതെ ചെങ്കടലിൽ സൗദിക്ക് പ്രത്യേക ഉപരോധമാണ് ഹൂത്തികൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദിയിലേക്ക് എത്തുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ നിരന്തരമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹൂത്തികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരോപിക്കപ്പെടുന്നു. കാരണം സൗദിയുടെ കിഴക്കൻ പ്രവേശിയായ ദമാമിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നും ചെങ്കടൽ തീരത്തുള്ള യാംബു തുറമുഖത്തേക്ക് പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. ഏകദേശം 1200 കിലോമീറ്ററിലധികം നീളമുള്ള പൈപ്പ് ലൈൻ വഴിയാണ് സൗദി ഇവിടേക്ക് ക്രൂഡ് എത്തിക്കുന്നത്. ഹോർമുസ് അടച്ചതോടെ എണ്ണ വിൽപ്പനയ്ക്കുള്ള ഒരു ബദൽ മാർഗമായിട്ടാണ് സൗദി ഇതിനെ തിരഞ്ഞെടുത്തത്. യാംബു പോർട്ടിലെത്തുന്ന കപ്പലുകളിൽ നിറയ്ക്കുന്ന ക്രൂഡ് ഓയിൽ ചെങ്കടലിലൂടെ വടക്കോട്ട് യാത്ര ചെയ്ത് അത് സൂയസ് കനാലിൽ എത്തിച്ച് അതുവഴി അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മറ്റു പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും എത്തിക്കുകയാണ് സൗദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദിയുടെ ഈ പ്രവൃത്തി കാരണം ഹോർമുസ് അടച്ചിട്ടും തടസ്സങ്ങളില്ലാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് എണ്ണ കിട്ടുന്നത് കൊണ്ടാണ് ഹോർമുസിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാനും അവിടെ ഇറാനെ പ്രതിരോധിക്കാനും കഴിയുന്നത് എന്ന കണക്കുകൂട്ടലിലാണ് ചെങ്കടലിൽ സൗദിയെ പരമാവധി ആക്രമിക്കാൻ ഇറാൻ ഹൂത്തികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ ഇവർ തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ സൗദിയിൽ ആണവ കേന്ദ്രം നിർമ്മിക്കുന്നതിന് ട്രംപ് സൗദിയുമായി കഴിഞ്ഞ ദിവസം ഒരു കരാറിൽ ഒപ്പിട്ടത് വിമർശിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കൻ താൽപ്പര്യങ്ങളാണ് ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ അടിസ്ഥാന മൂല്യം എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുകയും അതേസമയം
സൗദിക്ക് അത് നൽകാൻ ട്രംപ് തയ്യാറാവുകയും ചെയ്യുന്നതോടെ അമേരിക്കയുടെ ഇരട്ട മുഖമാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ആര് വിചാരിച്ചാലും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ ഒട്ടും പിന്നിലേക്ക് മാറില്ല എന്നതും ഇറാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ സൗദിയുമായി ആണവ കേന്ദ്ര നിർമ്മാണ കരാറിൽ ഒപ്പിട്ടുവെങ്കിലും അത് നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ സൗദി ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പുവെക്കണം എന്ന നിർദ്ദേശമാണ് ഇന്നലെ ട്രംപ് മുന്നോട്ട് വെച്ചത്. ഒരേ സമയം ഇറാനെതിരെ യുദ്ധത്തിന് സൗദിയെ കൂടെ നിർത്താൻ വേണ്ടി അവർക്ക് ആണവ കേന്ദ്രം നൽകാം എന്ന് പറഞ്ഞ് വൻതുക പിന്നിലൂടെ വാങ്ങി പരസ്യമായി കരാർ ഒപ്പിടുകയും അടുത്ത ദിവസം ഇസ്രായേലിന്റെ അണ്ടറിൽ മാത്രമേ കരാർ പ്രാബല്യത്തിൽ വരൂ എന്നും ട്രംപ് പറയുമ്പോൾ ഇയാളുമായിട്ടുള്ള ഏതൊരു കരാറിനും വെറും വെള്ളക്കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കരാറിൽ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം ഇയാൾ മാറ്റിപ്പറയും. ഇറാന് പലതവണ ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് അവർ ട്രംപുമായി കരാറിന് ഇപ്പോൾ തയ്യാറാവാത്തതും യുദ്ധം നീണ്ടു പോകുന്നതും എന്ന് നമ്മൾ അറിയണം. എന്നാൽ വകതിരിവില്ലാത്ത ഈ ഒരു ട്രംപ് കാരണം ലോകം മുഴുവൻ ഇപ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.